മലയാളത്തിലെ പുതുപുത്തൻ വായനക്കാരിൽ വലിയൊരു വിഭാഗം വായനക്കാരും പ്രണയത്തിൻ്റെ ഹൃദയത്തിൽ താലോലിക്കുന്ന രണ്ട് നോവലുകൾ എഴുതി പ്രശസ്തനായ എഴുത്തുകാരനാണ് കവിയും നോവലിസ്റ്റുമായ ബിനീഷ് പുതുപ്പണം. പ്രേമനഗരം, മധുരവേട്ട എന്നീ പേരുകളിലുള്ള ബിനീഷ് പുതുപ്പണത്തിൻ്റെ രണ്ട് നോവലുകളും പുതിയ പുതിയ പതിപ്പുകൾ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിനെല്ലാമിടയിൽ ആ നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഗൗരവമേറിയ ഒരു പഠനകൃതി ഈ എഴുത്തുകാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്നാണ് ഈ പുതിയ പുസ്തകത്തിൻ്റെ പേര്. ഗുരു എന്ന വാക്ക് മലയാളിയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് എന്ന ആദിമമായ ചോദ്യം പോലെ തന്നെ സ്ത്രീയെ നീയും ഗുരുവും തമ്മിൽ എന്ത് എന്ന ചോദ്യം രസകരമായ ഒരു താത്വിക ചോദ്യമായി ഉയർന്നു വരികയും ചെയ്തേക്കാം. എല്ലാ പുരുഷ കേന്ദ്രിതമായ ആത്മീയതയ്ക്കും ഇടയിലും സ്ത്രീയും പുരുഷനും തമ്മിലെ അന്തർധാര ഈ ഭൂമിയിൽ സജീവമാണ് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് എന്നിരിക്കെ, അതുകൊണ്ട് പുസ്തക പൂമുഖത്തിൽ ഇന്ന് നമ്മുടെ മുന്നിലുള്ള പുസ്തകം ഗുരുവിൻ്റെ സ്ത്രീഭാവനകളാണ്. ഒപ്പം തത്സമയം ഉള്ളത് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ബിനീഷ് പുതുപ്പണവുമാണ്. സ്വാഗതം ബിനീഷ് പുതുപ്പണം. നമസ്കാരം. പ്രേമനഗരം, അതേപോലെ തന്നെ മധുരവേട്ട, അതെല്ലാം എഴുതിയ നോവലിസ്റ്റിൽ നിന്ന് ഗൗരവമേറിയ ഒരു പഠനകൃതി ഉണ്ടായിരിക്കുന്നു, അതും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അപ്പോൾ ആ ശീർഷകം തന്നെ ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്ന ആ ശീർഷകം കാണുമ്പോൾ തന്നെ നേരത്തെ പ്രേമനഗരം, അതേപോലെ തന്നെ മധുരവേട്ട ഒക്കെ വായിച്ചിട്ടുള്ള വായനക്കാരെ സംബന്ധിച്ചിട്ട് ആ രണ്ട് കൃതികളിലും പ്രധാനമായിട്ടും പ്രണയം ഒരു വിഷയമായിട്ട് വരുന്നു. ഒപ്പം തന്നെ അതിൽ സ്ത്രീ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നു. സ്ത്രീയുടെ മനസ്സ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രണയത്തെക്കുറിച്ചും രതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആത്യന്തികമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ബിനീഷ് പുതുപ്പണത്തിൻ്റെതായ ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള കൃതിയാണ് പ്രേമനഗരം അടക്കമുള്ളവ. അത് വായിച്ചിട്ടുള്ള ഒരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ ഈ ഒരു പുതിയ പുസ്തകം ഒരു പഠനകൃതി എന്ന രീതിയിൽ എടുക്കുമ്പോൾ അതിൻ്റെ ശീർഷകത്തിൽ ഗുരുവിൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ഗൗരവമേറിയ ആത്മീയതയുടെയും സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെയും ഒക്കെ പ്രതിപുരുഷൻ, ആ ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്താണ് എന്ന് ഒരു കൗതുകമുണ്ടാവുകയും ആദ്യത്തെ താൾ മറിക്കാൻ തോന്നുകയും ചെയ്യും. ആ രീതിയിൽ ഈ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? സത്യത്തില് ഈ പ്രേമനഗരവും മധുരവേട്ടയൊക്കെ എഴുതുന്നതിന് മുമ്പേ പഠന മേഖലയായും കവിതയായിരുന്നു എൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യകാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളെല്ലാം തന്നെ പഠനങ്ങളായിരുന്നു. അതിൽ ഗീതയെ സംബന്ധിക്കുന്ന പഠനമുണ്ട്, ഭജഗോവിന്ദത്തെ സംബന്ധിക്കുന്ന പഠനങ്ങളുണ്ട്, വൈലോപ്പള്ളിയുടെ കവിതകളെ സംബന്ധിക്കുന്ന പഠനങ്ങളുണ്ട്. അപ്പൊ പഠനകൃതികളാണ് നമുക്ക് ആദ്യകാലത്ത് എഴുത്തിലേക്കുള്ളൊരു വഴി തന്നത്. സ്വാഭാവികമായിട്ട് അതിനിടയിൽ നോവലിലേക്ക് പെട്ട ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഗുരുവിന്റെ സ്ത്രീഭാവനകൾ എന്നത് 15 ലഘു പഠനങ്ങളുടെ അല്ലെങ്കിൽ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇത് മലയാളം വാരികയിലും യോഗനാഥത്തിലും ഗുരുദേവം വാരികയിലൊക്കെ എഴുതിയിട്ടുള്ള പഠനങ്ങളാണ്. ഇത് കുറച്ച് പല കാലങ്ങളായി, ഏതെങ്കിലും ഒറ്റ സമയത്ത് തുടർച്ചയായി എഴുതിയതല്ല, പല കാലങ്ങളായി എഴുതിയിട്ടുള്ള ലേഖനങ്ങളെ പഠനങ്ങളെ ചേർത്ത് വെച്ചൊരു പുസ്തകങ്ങളാണ്. പിന്നെ പലപ്പോഴും ഇത് ഈ പുസ്തകത്തിൽ മുഴുവൻ, അതുകൊണ്ടാണ് ഞാൻ 15 പഠനങ്ങൾ എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ നാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തുന്നത് നവോത്ഥാന നായകൻ, അതല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ്, സമുദായ പരിഷ്കർത്താവ്, അതല്ലെങ്കിൽ സന്യാസി വര്യൻ, യോഗി, ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു നാരായണ ഗുരുവുണ്ട്. ആ നാരായണ ഗുരു കവി എന്ന നിലയിൽ, സാഹിത്യകാരൻ എന്ന നിലയിൽ, അതല്ലെങ്കിൽ വിവർത്തകൻ എന്ന നിലയിൽ, നിരൂപകൻ എന്ന നിലയിലൊക്കെ അടയാളപ്പെടാതെ പോയ നാരായണ ഗുരുവാണ്. നമുക്ക് ആ ഒരു മേഖലയെ ചേർത്ത് വെച്ചുകൊണ്ട് നാരായണ ഗുരുവിനെ ഇപ്പോഴും പഠിക്കാൻ ഒരു പ്രയാസമാണ്. അതെന്താണ് അതിന് പിന്നിലുള്ളത് എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ നമ്മൾ ആശാനെ, ഉള്ളൂരിനെ, വള്ളത്തോളിനെ, ഇവരെയൊക്കെ ആധുനിക കവിതയിൽ കൊണ്ടാടുകയും ആ ആധുനിക കവിതയിൽ ഒരു സ്ഥലത്തും ഗുരുവിനെ അടയാളപ്പെടുത്താതെ പോവുകയും ചെയ്യുന്നു. ഈ ഒരു വൈരുദ്ധ്യം നമുക്കുണ്ട്. നമ്മുടെ നവോത്ഥാനത്തിൽ, ഇപ്പൊ നവോത്ഥാനം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉദ്ധരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യയാണ് മനുഷ്യത്വം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇങ്ങനെ ഇത് ഗുരുവിന്റെ കേവലമായ അഭിപ്രായമായിട്ടൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. പക്ഷെ ഇതെല്ലാം ഗുരുവിന്റെ കവിതകളായിരുന്നു. ജാതി മീമാംസയും ജാതി ലക്ഷണങ്ങളും അടങ്ങുന്ന അനേകം കവിതകളിലുള്ള ഒന്നോ രണ്ടോ വരികളാണ് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് ഗുരുവിന്റെ ഒരു അഭിപ്രായ രൂപമന്യെ നമ്മൾ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും കവി എന്ന നിലയിലുള്ള ഗുരു അപ്രസക്തനാവുകയും സാമൂഹ്യ പരിഷ്കർത്താവ്, അതല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നതിൽ ഗുരു അടയാളപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു വൈരുദ്ധ്യത്തെ കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം. മാത്രമല്ല, തിരസ്കരിക്കപ്പെട്ടു പോയ ഒരു സാഹിത്യകാരനെ
തിരിച്ചെടുക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ സ്ത്രീ ഭാവനകൾ എന്ന കാര്യം, ഗുരു മുന്നോട്ട് വെച്ച സ്ത്രീ സങ്കല്പവും ആശയമുണ്ട് കവിതകളിൽ. അതേ സമയത്ത് ഗുരുവിന്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഗുരു മുന്നോട്ട് വെച്ച സ്ത്രീകളുടെ മുന്നേറ്റങ്ങളുമുണ്ട്. അപ്പൊ കൃതികൾ എടുത്തു നോക്കിയാൽ മനുഷ്യ സ്ത്രീകളെയും ദേവസ്ത്രീകളെയും ഗുരു കാണുന്ന കാഴ്ചകളുണ്ട്. അത് ഇപ്പൊ ശിവശതക അടങ്ങുന്ന കൃതികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു സ്ത്രീ ഭാവനകളിൽ, ഗുരുവിന്റെ തന്നെ സ്ത്രീ ഭാവനകളിൽ ഒരു വൈരുദ്ധ്യം കാണാം. ഇപ്പൊ ദേവതകൾ അവതരിപ്പിക്കുമ്പോഴും മനുഷ്യ സ്ത്രീകൾ അവതരിപ്പിക്കും. ആ വൈരുദ്ധ്യത്തെ കൂടി കണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഗുരുവിന്റെ സ്ത്രീ ഭാവനകൾ എന്ന ആ ലേഖനത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗുരു മുന്നോട്ട് വെച്ച ആധുനികത എങ്ങനെയാണ് കവിതകളിൽ സാധ്യമായത്. നമ്മൾ ആശാനെ കുറിച്ച് പറയും, ആധുനികതയും ജനാധിപത്യ മൂല്യങ്ങളെയും കവിതയിൽ കൊണ്ടുവന്നത് ആശാനാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠനങ്ങളുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഗുരുവിന്റെ കവിതകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ മൂല്യങ്ങൾ, ജനാധിപത്യപരമായ എത്രയോ ആശയങ്ങൾ, നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകുന്ന ബിംബങ്ങൾ, ഇതെല്ലാം ഗുരുവിന്റെ കവിതകളിൽ ഉണ്ട് എന്നതാണ്. അപ്പൊ അതൊന്നും നമ്മൾ കണ്ടെടുക്കാതെ പോകുന്നു. ആ കണ്ടെടുക്കാതെ പോകുന്ന ആ ഒരു പ്രശ്നത്തെ കൂടി അവതരിപ്പിക്കാനുള്ള ശ്രമം ഈ പുസ്തകത്തിലുണ്ട്. അത് തീർച്ചയായും വായനക്കാരാണത് പറയേണ്ടത്. എഴുത്തുകാരനെ പറയുന്നതിനൊരു പരിമിതിയുണ്ട്. തീർച്ചയായും ഇതാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. കവി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഗുരുവിനെ അടയാളപ്പെടുത്താതിരിക്കണം എന്നുള്ളത് ആരുടെയെങ്കിലും ലക്ഷ്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടാൽ അതൊരു ദൈവികതയുടെ നേരെ വിപരീതമാവും, കൂടുതൽ മാനുഷികത ആരോപിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കരുതാവുന്നതല്ലേ? ഈ നാരദയുടെയെങ്കിലും ഒരു അജണ്ടയാണോ എന്നൊന്നും നമുക്കത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടോ നമ്മുടെ സാഹിത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇപ്പൊ ആശാൻ എന്നാണ് അക്കാദമിക് പഠന രംഗത്തേക്ക് എത്തിയത്. ആശാന്റെ കവിതകൾ, ഇപ്പൊ വള്ളത്തോളിന്റെ കവിതകളും ഉള്ളൂരിന്റെ കവിതകളും ഒക്കെ വന്നതിനും എത്രയോ കാലത്തിന് ശേഷമാണല്ലോ ആശാൻ കവിതയിലേക്ക് കടന്ന്, ഇത് അക്കാദമിക് കവിതയിലേക്ക് ആശാൻ ഉൾപ്പെടുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അക്കാദമിക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സങ്കീർണതകൾ ഉള്ളൊരു വിഷയമാണ്. നമുക്കങ്ങനെ ഇന്നേ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊന്നും ഒരുപക്ഷെ എടുത്തു പറയാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും ഗുരു എന്ന് പറയുന്നത്, ഇപ്പൊ ഗുരു തന്നെ നവോത്ഥാനം എടുത്ത് പരിശോധിച്ച് നോക്കി, ഗുരു തന്നെ ഒരു തുടർച്ചയാണ്, ഒരു തുടക്കമല്ല. നമ്മൾ എപ്പോഴും ഇപ്പൊ പ്രതിയും പാമ്പിരിക്കുന്ന അടങ്ങുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ ആശയമാണ്. അത് ഗുരു ഒരു തുടർച്ചയാണ് എന്നത്, തുടക്കമല്ല. പക്ഷെ നമ്മൾ നവോത്ഥാന സാഹിത്യത്തിൽ എപ്പോഴും ഗുരു കേരള നവോത്ഥാനം എന്ന് പറയുന്നത് ഗുരുവിൽ തുടങ്ങിയിട്ട് മറ്റൊന്നിൽ അവസാനിക്കുന്ന ഒന്നായിട്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. അപ്പൊ ഈ ഒരു തുടർച്ചയും നമ്മൾ മറന്നുപോകും. ആ തുടർച്ചയെ മറന്നു അവിടെ മറന്നു പോകുന്നത് ഗുരുവിന്റെ ഇത്തരത്തിലുള്ള സാഹിത്യ സംഭാവനകളെ കൂടിയാണ്. ഇപ്പോ വിവർത്തന സാഹിത്യം അത്രയൊന്നും മലയാളത്തിൽ സജീവമല്ലാത്തൊരു കാലത്താണ് ഗുരു സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നുമുള്ള കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം വളരെ ലളിതമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത്, അത് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ കവി എന്ന നിലയിലോടൊപ്പം തന്നെ വിവർത്തകൻ എന്ന നിലയിൽ, ഗദ്യ സാഹിത്യകാരൻ എന്ന നിലയിൽ ഗദ്യ സാഹിത്യം എഴുതിയിട്ടുണ്ട് ഗുരു. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശ്രേണിയിൽ മാത്രം, എന്നാൽ കവിതകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഏത് ശ്രേണി എടുത്തു നോക്കിയാലും ആ ശ്രേണിയിലെല്ലാം ഗുരുവിന്റെ സാഹിത്യത്തിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റും. ആ സാഹിത്യത്തിന്റെ അടയാളങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അക്കാഡമിക് പ്രവർത്തനം മാത്രമാവരുത്. മറ്റെല്ലാ സാഹിത്യ പ്രേമികളും വായനാ പ്രേമികളും എഴുത്ത് സ്നേഹികളും ഒക്കെ ചേർന്നാലേ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഗുരുവിന്റെ സാഹിത്യത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു താല്പര്യം, വലിയ തോതിലുള്ള താല്പര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുക എന്നാണ് തോന്നുന്നത്. ഈ ഒരു ലേഖന സമാഹാരത്തിലെ ഗുരുവിന്റെ സ്ത്രീഭാവനകൾ എന്ന് പറയുന്ന സവിശേഷ ശീർഷകം, അത് പുസ്തകത്തിന്റെ ശീർഷകമായതുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുസ്തകം വായിക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള വിചാരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിചാരം എന്ന് പറയുന്നത്, ഗുരുവിലൂടെയാണ് കുമാരനാശാൻ തൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗൗരവത്തെ ആർജിച്ചെടുത്തത് എന്നുള്ളതാണ്. കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് തുടക്കത്തിൽ എഴുതിയിരുന്ന ശൃംഗാര കവിതകൾ ഒക്കെ എഴുതിയ സമയത്ത് എടാ മോനെ അത് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുകയും ഒക്കെ ചെയ്ത് കുമാരനാശാനെ ഒരു തരത്തിലുള്ള ആത്യന്തികമായിട്ടുള്ള ഒരുപക്ഷെ ലൈംഗിക വിരുദ്ധം എന്ന് പറയാവുന്ന രീതിയിലുള്ള മാംസനിബദ്ധമല്ലാത്ത ഒന്നിലേക്ക് ഉയർത്തിയത്
കുമാരനാശാനായിരുന്നു. അപ്പോൾ അവിടെ ഈ ഗുരുവായിരുന്നു. അപ്പോൾ കുമാരനാശാനെ സംബന്ധിച്ചിട്ടും ഗുരുവിനെ സംബന്ധിച്ചിട്ടും ഈ സ്ത്രീ ഭാവനകൾ ഏതൊക്കെ രീതിയിൽ അവരിലൂടെ കടന്നുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു പ്രതിപാദ്യ വിഷയമായിട്ട് മാറുന്നുണ്ടോ? ഇപ്പൊ ആശാനും ഗുരുവും തമ്മിലുള്ള കാവ്യങ്ങളോടൊരു കമ്പാരിസൺ അങ്ങനെയുള്ള പഠനങ്ങളല്ല, മറിച്ച് ഗുരു മുന്നോട്ട് വെച്ചൊരു സ്ത്രീ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മാംസനിബദ്ധമല്ല രാഗം എന്ന രീതിയിൽ പറഞ്ഞു, പനേഷയുടെ തന്നെ പറഞ്ഞതുപോലെ ഗുരുവില് ഇപ്പൊ ഇന്ത്യൻ സന്യാസ പാരമ്പര്യത്തിൽ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീ ശരീരത്തെ മാറ്റി നിർത്തേണ്ട ഒന്നാണെന്ന ഒരു ബോധം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇപ്പൊ ശങ്കരാചാര്യർ അടങ്ങുന്ന ആളുകൾ, ഇപ്പോ ഭജഗോവിന്ദ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നാരീസ്ഥാന പരനാഭീദേശം എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ എടുത്താൽ സ്ത്രീ ശരീരം സന്യാസത്തെ അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നാണെന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ആശയം പലപ്പോഴും അത്തരം സന്യാസ പരമ്പരകളിലൂടെ അവരുടെ എഴുത്തുകളിൽ വന്നു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നാരായണ ഗുരുവിന്റെ ശിവശതകമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ സ്ത്രീകൾ പുരുഷനെ വീഴ്ത്താനുള്ള, പുരുഷന്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധയിൽ നിന്നും അവനെ മാറ്റി നിർത്താനുള്ള ഒരു ശരീരമായി മാറുന്ന രീതിയിലുള്ള കവിതകളൊക്കെ കാണാം. ഇപ്പൊ പിണം എന്ന്, ശവം എന്ന് സ്ത്രീകളെ വിളിക്കുന്ന ഭാഗം കാണാം. അപ്പൊ ഇത് ബിനീഷ് പുതുപ്പണം എന്റെയൊക്കെ ഒരു 16-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 17-ാമത്തെ വയസ്സിൽ എൻ്റെ യൗവനത്തിന്റെ ഒരു അതിമൂർധന്യ സമയങ്ങളിൽ എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു താരുണ്യത്തിലേക്ക് ഒക്കെ മനസ്സ് പോവാതെ മറ്റൊരു തടവിലേക്ക് എന്നെ മാറ്റിയിട്ട വ്യക്തിയാണ് ഗുരു എന്ന് പറയേണ്ടി വരും. കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മിഴിമുന കൊണ്ട് മയക്കി നാഭിയാകും കുഴിയിൽ ഉരുട്ടി മറിപ്പതിനൊരുങ്ങി കിഴിയുമെടുത്തു വരുന്ന മംഗമാർദ്ദൻ വഴികളിലിട്ട് വലക്കുല മഹേഷ എന്നതാണ് ഗുരുവിൻ്റെ അന്നത്തെ കാലത്തെ ഒരു വരി. തലമുടി ഓതി മുടിഞ്ഞ് തക്കയിട്ട കൊലമതയാന കുലുങ്ങി വന്നു കൊമ്പും തലയും ഉയർത്തി വിയർത്തി നോക്കി നിൽക്കും മുലകളും എന്നെ വലക്കല. അപ്പോൾ ഇതൊക്കെ എന്തോ അപകടകരമായിട്ടുള്ള ഒന്നാണ്, അതിൽപ്പെട്ട് ഞാൻ വീണു പോകല്ലേ എന്ന് പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ ആ ഒരു സ്ത്രീ സങ്കല്പം പിന്നീട് അത് ഗുരുവിന്റെ സ്ത്രീവിരുദ്ധതയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ ഈയിടെ വായിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീ വിരുദ്ധതയാണെന്ന് ഇത് എഴുതിയത് കൊണ്ട് ഗുരു സ്ത്രീ വിരുദ്ധനാണെന്നൊന്നും നമുക്ക് പറയാനാവില്ല. പക്ഷെ ഇത് ഗുരുവിന്റെ പ്രശ്നമല്ല, മറിച്ച് ഇവിടെ തുടർന്ന് വന്ന ഒരു ബ്രഹ്മചര്യത്തിന്റെ സന്യാസ പാരമ്പര്യത്തിന്റെ ഒരു ആശയലോകമാണ്. ആ ആശയലോകത്തെ ഗുരു തൊട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. ഇതേ ഗുരു തന്നെയാണ് സ്ത്രീ വിമോചനത്തിന് വേണ്ടി പിന്നീട് ഇറങ്ങുന്നത്. ഇതേ ഗുരു തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്ക്, സ്ത്രീകളുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്കുള്ള വരവിലൊക്കെ ഗുരു വഹിച്ച പങ്കും ചെറുതല്ല. അപ്പൊ ഗുരുവിനെ നമുക്ക് സ്ത്രീ വിരുദ്ധനാക്കി മാറ്റി നിർത്താൻ അതല്ല അതിന്റെ, അതായത് ഗുരു ആദ്യകാലത്ത് ശിവസേവകർക്ക് ആദ്യകാലത്ത് എഴുതുന്ന കൃതിയാണ്. അതിൽ ഗുരുവിന്റെ ആ ഒരു ബ്രഹ്മചര്യ കാലത്ത് ഇന്ത്യൻ സന്യാസ പരമ്പരയുടെ ആ തുടർച്ചയിൽ ഉണ്ടായ ഒരു സ്ത്രീ ഭയമോ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു വിയോജിപ്പോ തന്റെ കൃതികളിൽ വന്നു പോയി എന്നുള്ളതാണ്. പക്ഷെ ഇതേ ഗുരു തന്നെ ഈ ദേവതാ സ്ത്രീ ശരീരത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് വിശുദ്ധമായ ഒരു ആശയരൂപമായി സങ്കല്പമായി ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യ ശരീരമുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഗുരുവിന്റെ ആ കവിതകൾ പ്രശ്നമുള്ളൂ. ദേവതാ ശരീരങ്ങൾ അത് വിശുദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു വൈരുദ്ധ്യം കൂടി ഗുരുവിൽ കവിതകളിൽ കാണാം. ഇതേ ഗുരു തന്നെ തന്റെ ഈ ഒരു പ്രശ്നത്തെ പിന്നീട് കവിതകളിലൂടെ മറികടക്കുന്നുണ്ട്, തന്റെ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കുന്നുണ്ട്, ഇതിലെല്ലാം മറികടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമേ നമുക്ക് ഗുരുവിൽ കാണാം. അല്ലാതെ ഗുരു സ്ത്രീവിരുദ്ധതാണ്, സ്ത്രീകൾക്കെതിരെ പ്രവർത്തിച്ച ആളാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനോ സ്ഥാപിക്കാനോ കഴിയില്ല. കാരണം ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലം അങ്ങനെയാണ്. പിന്നെ ഗുരുവിനെ നമുക്ക് ഒരൊറ്റ ഗുരുവായിട്ട് ചരിത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അടർത്തി മാറ്റിയിട്ട് ഇതാണ് ഗുരു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയില്ല. ഇനി സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് സ്ഥാപിക്കാൻ കഴിയും. നമ്മൾ വിഗ്രഹാരാധനയെ മുൻനിർത്തി ഇപ്പൊ ശിവനെയാണല്ലോ ഗുരു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരു ഇപ്പൊ ഒരു ശൈവിഷ്ടാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും, ശ്രമിച്ചു കഴിഞ്ഞാൽ. ഇനി അതല്ല, പിന്നീട് ഈ ആരാധനയൊക്കെ വേണ്ട എന്ന് പറയും, നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഗുരുവിനെ എടുത്തിട്ട് ഈ ആരാധനയെ തിരസ്കരിച്ച ഒരു യുക്തിവാദിയായിരുന്നു ഗുരു എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരുപാട് മേഖലകൾ നമുക്ക് ലഭ്യമാണ്. ഗുരുവിന്റെ കൃതിയിൽ തന്നെ ലഭ്യമാണ്, പ്രവർത്തനങ്ങളിൽ തന്നെ ലഭ്യമാണ്. ഇനി ഇപ്പൊ ശിവശതകളുടെ അടങ്ങുന്ന ഈ കൃതികളെ എടുത്ത് പരിശോധിച്ചിട്ട് ഗുരുവിന് വേണമെങ്കിൽ നമുക്ക് സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞു വെക്കാം. അതേസമയത്ത് ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട് ഗുരു സ്ത്രീ വിമോചകനാണെന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും.
ഈ ഈ സന്യാസിയാണെന്ന് പറയാൻ പറ്റും. ഗുരു യോഗിയാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതും പോട്ടെ, ഗുരുവിന്റെ ചരിത്ര മണ്ഡലങ്ങളെ എടുത്ത് പരിശോധിച്ചിട്ട് ഗുരു ചരിത്രകാരനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഏതെല്ലാം വഴിയുണ്ടോ ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു ഏടിനെ മാത്രം എടുത്തുകൊണ്ട് ഇതാണ് ഗുരു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം അത് സ്ഥാപിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് പരാജയപ്പെടും. ഇതെല്ലാം ചേർന്നതാണ് ഒരുപക്ഷെ ഗുരുവിന്റെ വിശാലമായ അർത്ഥത്തിൽ ഓരോ സന്ദർഭത്തിൽ ഓരോ നാരായണനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ബിനീഷ് പുതുപ്പണത്തിന്റെ പഠനകൃതിയായ ഗുരുവിന്റെ സ്ത്രീഭാവനകൾ എന്ന പുസ്തകത്തിൽ സ്ത്രീഭാവനകളെക്കുറിച്ച് മാത്രമല്ല മറിച്ച് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഗുരു എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രതയുടെ ഉണർന്നിരിക്കലിൻ്റെ വ്യക്തിത്വമാണ് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് തന്നെ തന്നെ പുതുക്കിയിരുന്നു എന്നുള്ള രീതിയിലുള്ള ആഖ്യാനങ്ങൾ അതിൽ വരുന്നുണ്ട്. ദൈവത്തെ ഒരു കപ്പലോട്ടക്കാരനാക്കി കാണാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും പുതിയ കാലത്തെ ഏറ്റവും പുതിയ കവിയുടെ ഭാവനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഭാവനാ വൈചിത്ര്യങ്ങൾ അതിലുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ബിനീഷ് പുതുപ്പണം ഈ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിലെ ബിനീഷ് പുതുപ്പണത്തിന് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് വരികൾ പ്രേക്ഷകർക്കായിട്ട് വായിക്കാമോ? പ്രിയപ്പെട്ടത് എന്നതിനപ്പുറത്ത് ഒരു ലേഖനത്തിലെ ഒരു ഭാഗം വായിക്കാം, ഒരു പേജ് വായിക്കാൻ തോന്നുന്നു. അത് ദൈവദശകം ആവിക്കപ്പലിലെത്തിയ ദൈവവും വിമോചിതരായ ജനതയും എന്ന ഭാഗത്തിലെ ഒരു ചെറിയൊരു ഭാഗം. നാവികനായ ദൈവവും ആവിക്കപ്പലും. നാവികൻ, ആവി വൻതോണി എന്നിങ്ങനെയാണ് ദൈവദശകത്തിൽ ഗുരു ഉപയോഗിച്ച പദങ്ങൾ. ദൈവം നാവികനാണ്, പാദങ്ങളാകട്ടെ ആവിക്കപ്പലും. ചരിത്രവുമായി ഈ പദങ്ങൾക്ക് ഏറെ ബന്ധമുണ്ട് താൻ. ജാതി മതാന്ധതകളുടെ മഹാകാനനമായ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഗുരു ആധുനികതയുടെ ഈ പദങ്ങളെ മനഃപൂർവ്വം ഉപയോഗിച്ചത്. നവോത്ഥാനത്തിന്റെ പരിണതഫലമായ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളാണ് വലിയ കപ്പലുകൾക്കും വടക്കുനോക്കി യന്ത്രങ്ങൾക്കുമെല്ലാം രൂപം നൽകിയത്. യൂറോപ്യരുടെ കടൽ സഞ്ചാരത്തിനും കച്ചവട കേന്ദ്രങ്ങൾക്കും ഭൂപ്രദേശങ്ങൾ തേടിയുള്ള യാത്രകൾക്കും ഒരു നിയന്താവ് ആവശ്യമായിരുന്നു. ഇത്തരം നിയന്താക്കളെ പരിശീലിച്ചെടുപ്പിക്കാനുള്ള നാവിക കേന്ദ്രങ്ങൾ യൂറോപ്പിൽ സജീവമായതോടെയാണ് നാവികൻ എന്ന ആശയം ഉടലെടുക്കുന്നത്. പാശ്ചാത്യ ആഗമനങ്ങളുടെ മാറ്റത്തിന്റെ യുഗങ്ങളുടെ പേര് കൂടിയായിരുന്നു നാവികൻ. നാവിഗേറ്റർ എന്ന പദത്തിൽ നിന്നും ഉടലെടുത്താണല്ലോ മലയാളത്തിലെ നാവികൻ എന്ന പദം. അത്തരം കപ്പലോടിക്കുന്ന നാവികർക്ക് നായക പരിവേഷം ലഭിച്ചു. അവരാകട്ടെ ലോകത്തെ നിരന്തരം കാണുകയും ചെയ്തു. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ സമുദ്രമായും ദൈവത്തെ നാവികനായും സങ്കല്പിക്കാൻ ഗുരുവിന് കഴിഞ്ഞത് ഇത്തരം ആധുനിക ബോധമാണ്. ഗുരുവിന് നൗകയെന്നോ തോണിയെന്നോ കുറിക്കാൻ അറിയാഞ്ഞിട്ടല്ല. കാരണം അത് ആധുനികതയുടെ പിറവിക്ക് മുമ്പുള്ള വേഗത കുറഞ്ഞ സഞ്ചാരങ്ങളെ കുറിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് ദേശീയ പ്രസ്ഥാന ഘട്ടത്തിൽ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും സ്വദേശീയ വ്യവസായശാലകൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ദക്ഷിണേന്ത്യയിലും അതിന്റെ അലയലുകൾ ഉണ്ടായി. കപ്പൽ നിർമ്മാണ രംഗത്ത് പോലും ഇന്ത്യക്കാർ പ്രവേശിച്ചു. ലക്ഷങ്ങൾ മുടക്കി വി ഒ ചിദംബരം പിള്ള 1906 ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അടക്കം ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിച്ചതിന് ഗുരു സാക്ഷിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരമൊരു സാക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് ഗുരുവിലെ നാവികനും ആവിക്കപ്പലും എന്ന പദവും. ഇങ്ങനെ പോകുന്ന ഭാഗങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. ഗുരുവിൻ്റെ ഒരു സമഗ്രത എന്ന് പറയുന്നത് നേരത്തെ വിചിത്രമായ മേഖലകളിലൊക്കെ ഗുരു വ്യാപരിച്ചിരുന്നതിനെക്കുറിച്ച് ബിനീഷ് പുതുപ്പണം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് വ്യക്തിത്വമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കളരി നിങ്ങൾ പഠിക്കുക ആരെയെങ്കിലും ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അത് സ്വന്തം ശാരീരിക ക്ഷമതയെ ആത്മീയതയുമായിട്ട് ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ വരുന്നു ഗുരുവിൽ നിന്ന്. അപ്പോൾ ആധുനികതയെ സംബന്ധിച്ചിട്ട്, നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ട്, ചരിത്രത്തെ സംബന്ധിച്ചിട്ട് ഒക്കെ സംസാരിക്കുമ്പോഴും ജനതയോട് സംസാരിക്കുമ്പോഴും ദാർശനികമായ വ്യഥകളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെയുള്ള പലതരം ഗുരുമുഖങ്ങൾ ഈ ലേഖനങ്ങളിൽ വരുന്നുണ്ടോ ബിനീഷ് പുതുപ്പണം? തീർച്ചയായിട്ടും ഇത് ആധുനികത മാത്രമല്ല, ഗുരുവിന്റെ ഇപ്പൊ വേദാന്ത ദർശനങ്ങളിൽ ഗുരു മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളെയും ആശയങ്ങളെയും ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. ചരിത്രകാരൻ എന്ന നിലയിൽ ഗുരു എങ്ങനെയാണ്, ഇപ്പോ ചുമരെഴുത്തിന്റെ രാഷ്ട്രീയം എന്നൊരു ലേഖനമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ എഴുത്ത്, ചുമരെഴുത്തുകളും മറ്റെഴുത്തുകളും. ഈ ചുമരെഴുത്തിനെ കേരളത്തിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നത് നാരായണ ഗുരുവാണ്. അപ്പൊ നാരായണ ഗുരു പല സ്ഥലത്തും എഴുതി വെച്ച കുറിപ്പുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ നമ്മുടെ നവോത്ഥാന മേഖലയ്ക്ക് നൽകിയ സംഭാവന ചെറുതല്ല. അപ്പൊ ചുമരെഴുത്തിലെ സൂക്ഷ്മ രാഷ്ട്രീയം എന്ന ലേഖനത്തിൽ
ഗുരു കൊണ്ടുവന്ന ആ രാഷ്ട്രീയ കാര്യങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള പിന്നെ ചരിത്രത്തെ ഗുരു എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്ന ലേഖനമുണ്ട്. അപ്പൊ ചരിത്രകാരൻ എന്ന നിലയിൽ ഗുരു എങ്ങനെ അടയാളപ്പെട്ടു? കാരണം ഗുരു ഓരോന്ന് പറയുമ്പോഴും അത് ചരിത്രമുണ്ട്. നമ്മുടെ മതത്തെ പറയുമ്പോഴും അതിന്റെ ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഗുരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വെറുതെ അങ്ങ് അവതരിപ്പിച്ചു പോവല്ല. നമ്മുടെ പൂർവ്വ ചരിത്രം മുതൽ ഇപ്പോ ഒരു സാഹിത്യത്തെ പറയുമ്പോൾ പോലും നമ്മുടെ സാഹിത്യ ചരിത്രത്തെ, ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, ഇപ്പൊ ജാതീയതയെ കുറിച്ച് പറയുമ്പോൾ അതും ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഗുരു, ഇങ്ങനെ ഒരു ചരിത്രകാരനായി ഗുരു പലപ്പോഴും നമുക്ക് മുമ്പിൽ അടയാളപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചരിത്രം എങ്ങനെയാണ് ഗുരുവിൽ പ്രവർത്തിച്ചത്, ഗുരു എങ്ങനെയാണ് ചരിത്രകാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പിന്നെ പിണ്ടനന്ദി എന്ന കൃതിയെ കുറിച്ച് എങ്ങനെയാണ് ഓർമ്മകളെ പിന്നോട്ട് നയിച്ച ഒരു ഗുരുവിനെ കുറിച്ചുള്ള കാഴ്ചയാണ് പിണ്ടനന്ദി, ഗർഭസ്ഥലയിൽ ഉണർന്ന പിണ്ടനന്ദി എന്ന ലേഖനം. ഇങ്ങനെ ഓരോ ലേഖനത്തിലും ഓരോ ഗുരുവിനെ കണ്ടെത്താനുള്ള, ഗുരു പ്രവർത്തിച്ചതിന്റെ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. പിന്നെ ഗുരുവിൽ എങ്ങനെയാണ് ബുദ്ധൻ പ്രവർത്തിച്ചത് എന്നതിന്റെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായി തോന്നിയ ഒരു കാര്യം, ഗുരുവിന്റെ കവിതകൾ വായിച്ചപ്പോൾ നിരന്തരമായി കടന്നു വരുന്ന ഒരു കാര്യമാണ് നിലാവും കടലും. ഗുരുവിന്റെ ഏത് കവിത എടുത്തു നോക്കിയാലും അതിൽ നിലാവും കടലും കാണാം. ഇപ്പോ നമ്മൾ കാൽപ്പനികതയുടെ സിദ്ധാന്തങ്ങളോ ആശയങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഗുരുവിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഗുരുവിനിലെ കാൽപ്പനികത നമുക്ക് കണ്ടെത്താൻ പറ്റും കാവ്യത്തില്. ആധുനികത എടുത്ത് പരിശോധിച്ചാൽ ആധുനികതയെ കണ്ടെത്താം. ഇനി ഉത്തരാധുനിക സിദ്ധാന്തങ്ങളെ സമീപനം വെച്ച് നോക്കിയാൽ ഇപ്പൊ കടലിനെ ചൊരിഞ്ഞു കളഞ്ഞു കുപ്പ കുത്തി തടമതിലിട്ടു, കടലിനെടുത്ത് ചൊരിഞ്ഞു കളയുക, അതൊരു ഉത്തരാധുനികമായ കാവ്യ കാഴ്ചയാണ്. ഇത്തരത്തിലുള്ള ഉത്തരാധുനിക കാവ്യ കാഴ്ചകൾ ഏറ്റവും പുതിയ കാലത്ത് എഴുതപ്പെടുന്ന കവിതകളുടെ കാര്യങ്ങൾ പോലും ഗുരുവിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ കാലത്തിന് മുന്നേ പ്രവർത്തിച്ച കാവ്യമായിരുന്നു ഗുരുവിന്റെ കാവ്യം എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും വായിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അത് പറയാവോ എന്നറിയില്ലെങ്കിലും പറയാം, ആശാൻ പോലും ഉപയോഗിക്കാൻ മടിച്ച പല കാര്യങ്ങളെയും ഗുരു തന്റെ കവിതകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആധുനികതയായാലും ജനാധിപത്യമായാലും മറ്റ് ചരിത്രമായാലും ദാർശനികതയായാലും ഒക്കെ ഗുരു ധൈര്യപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സുബ്രഹ്മണ്യകീർത്തനൊക്കെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം, ജയില്, റോഡ് എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അക്കാലത്ത് എന്തൊക്കെ ആധുനികമായ മാറ്റങ്ങൾ വന്നു അതൊക്കെ ഇന്നായിരുന്നെങ്കിൽ ഗുരു ഫ്ലൈറ്റ് എന്നൊക്കെ എഴുതുമായിരുന്നു, അല്ലെ? യാതൊരു സംശയവുമില്ല. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സാഹിത്യ രൂപങ്ങളും ജീവിത രീതികളും സമൂഹവും ഒക്കെ മാറുന്നുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളായിരുന്നു ഗുരു. അതുകൊണ്ട് ഓരോ കാലത്തിന്റെയും അടയാളങ്ങളെ തന്റെ കൃതികളിൽ അവതരിപ്പിക്കാൻ ഗുരു മടിച്ചില്ല എന്നതാണ് ഗുരുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഗുരുവിനെ മറ്റ് കവികളിൽ നിന്നും മറ്റ് സാഹിത്യകാര്യങ്ങളിൽ നിന്നും നവോത്ഥാന സാഹിത്യകാരന്മാരിൽ നിന്നും ഒക്കെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഗുരുവിനെ നിത്യജാഗ്രതയാണ്. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതില്. നിത്യമായ ജാഗ്രത, എവിടെയെങ്കിലും ഉറഞ്ഞു പോകുന്ന ഒന്നല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അങ്ങ് ഉറച്ചു പോകുന്ന ഒന്നല്ല ഗുരുവിന്റെ ആശയങ്ങളും കവിതകളും. അത് നിത്യമായ ജാഗ്രതയും നിത്യമായി ചലിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എനിക്ക് എത്ര കാലം ഇപ്പോഴും ഗുരു ആലോചിച്ച് നോക്കൂ, നിരന്തരമായി ഗുരുവിനെ സംബന്ധിക്കുന്ന വിവാദങ്ങളല്ലേ ഓരോ വർഷവും ഉടലെടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളീയ സമൂഹം, മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഗുരുവിന്റെ ആശയങ്ങൾക്കും ഗുരുവിന്റെ കവിതകൾക്കും ഗുരുവിന്റെ സാഹിത്യത്തിനും പ്രസക്തിയുണ്ട്. പക്ഷെ ഗുരുവിന്റെ സാഹിത്യങ്ങൾ ഇനിയും വിശാല അർത്ഥത്തിൽ പഠിക്കേണ്ടതുണ്ട്, വിശാല അർത്ഥത്തിൽ മുന്നേറേണ്ടതുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്ത് തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. അതിനുവേണ്ടി ഗുരുവിന്റെ സാഹിത്യ പഠനങ്ങൾക്ക് കൂടി പുതിയ കാലത്ത് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഒരു അഭിപ്രായമുള്ളത്. ആ അർത്ഥത്തിൽ ബിനീഷ് പുതുപ്പണത്തിൻ്റെ ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്ന് പറയുന്നത് അതൊരു തുടർ പഠനവും തുടർ ചിന്തയും ഒക്കെ സാധ്യമാക്കാൻ ഇടയുള്ള ഒരു കൃതിയാണ്. അതായത് ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്നുള്ള ശീർഷകം കണ്ട് ഒരു സ്ത്രീ ഈ പുസ്തകം വാങ്ങി ആ പുസ്തകത്തോട് മുഖാമുഖം നിൽക്കുകയും അത് വായിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഗുരുവെ, സ്ത്രീയെ അങ്ങ് കണ്ടത് എങ്ങനെ എന്നുള്ള ചോദ്യം ഓരോ സ്ത്രീയുടെയും ഉള്ളിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ലീലയിലും മദനിലും അതുപോലെ കരുണയിലും ഒക്കെ
ഏതൊക്കെ രീതിയിലാണ് ശരീരത്തിൻ്റേതു കൂടിയായ സ്നേഹം ആവശ്യപ്പെട്ടുകൊണ്ടൊരു സ്ത്രീ അങ്ങോട്ട് ചെല്ലുന്നത്, അതിനെ പൂർണ്ണമായും തിരസ്കരിക്കുകയും സമയമായില്ല എന്ന് പറയുകയും ചെയ്യുന്നത്? അത് അതിനകത്ത് ഒരു നിരാസമുണ്ട്. ആ നിരാസം സ്ത്രീവിരുദ്ധയാണ് എന്നുള്ള രീതിയിൽ ഏകദേശം അതിന് സമാനമായ രീതിയിൽ സച്ചിദാനന്ദനൊക്കെ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകൾ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നേരത്തെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയുണ്ടായത്. അങ്ങനെ സമയമായില്ല എന്ന് പറഞ്ഞ ത്യജിക്കലിൻ്റെ അകത്ത് ഒരു പൗരുഷ ആത്മീയതയുടെ തലങ്ങളുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചില ഭാഗത്ത് നിന്നുണ്ട്. എന്നാൽ അതല്ല എന്നുള്ള രീതിയിൽ അത് വേറൊരു വിശാലമായ തലത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന മറുവാദങ്ങളുമുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഉത്തരങ്ങൾ തേടിപ്പോകാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ജാഗ്രതയുടെ ഒരിടമാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള അർത്ഥത്തിൽ ആണ് ഈ പുസ്തകത്തിനെ കാണാൻ കഴിയുക എന്നാണ് തോന്നുന്നത്. ഈ പുസ്തകം DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്, ബിനീഷ് പുതുപ്പണം, ഞാൻ അതിൻ്റെ വില മറന്നുപോയി. വില 150 രൂപയാണ്. 150 രൂപയാണ് അതിന് നമ്മൾ കീശയിൽ നിന്ന് കൊടുക്കേണ്ട വില. പക്ഷേ പുസ്തകത്തിൻ്റെ വില അതിനേക്കാൾ ഉപരിയാണ് എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഗുരുവിൻ്റെ സ്ത്രീഭാവനകൾ എന്ന പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ DC ബുക്സിനെ സമീപിക്കുക. DC ബുക്സിൻ്റെ എല്ലാ സ്റ്റാളുകളിലും ഈ പുസ്തകം ലഭ്യമാവും. ബിനീഷ് പുതുപ്പണത്തിൻ്റെ അടുത്ത രചനാ പദ്ധതികൾ എന്തൊക്കെയാണ്? അടുത്ത ഒരു നോവൽ ഇറങ്ങാനിരിക്കുന്നു. ഒരു നോവൽ പൂർത്തിയായി കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ വായനക്കാരിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അതാണ് അതിൻ്റെ ശീർഷകം പുതിയതായിട്ട് പുറത്ത് നോവൽ. പറയാറായിട്ടില്ല അല്ലേ? ശീർഷകം ഇപ്പൊ പുറത്തു പറയാറായിട്ടില്ല. അതെ, എന്തായാലും ആ പുസ്തകത്തിനും ധാരാളം വായനക്കാർ ഇപ്പോൾ പ്രേമനഗരത്തിനും അതേപോലെ തന്നെ മധുരവേട്ടയ്ക്കും ഉണ്ടായതുപോലെയുള്ള ധാരാളം വായനക്കാർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് ഈ നിമിഷങ്ങൾ നമ്മോടൊപ്പം എത്തിയതിന് വളരെയധികം നന്ദി, സന്തോഷം. എന്തായാലും വളരെ ഈ സന്തോഷം. ഈ ഒരു പരിപാടി പിന്നെ ബനേഷേട്ടനുമായി വർഷങ്ങളായുള്ള ഒരു സൗഹൃദം, കാവ്യ സൗഹൃദം കൂടിയുണ്ട്. എന്തായാലും ഒരുമിക്കാൻ കഴിഞ്ഞത്, ഈ ഒരു പരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിലും വളരെ സന്തോഷവും നന്ദിയും അറിയിക്കും.